ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് അസർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുന്തിരി എടുത്ത് കഴുകി സ്റ്റവിൽ വെക്കാം, പുഴുങ്ങാൻ വേണ്ടി സ്റ്റവിൽ വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു കിലോ ചിക്കൻ വാങ്ങിനി, അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് കറി വെക്കാം. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ഗീ റൈസുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കിലോ ചിക്കന് ഒരു 3 കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഓരോ കവർ എടുത്തെങ്കിൽ ഓരോ ദിവസം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാ നമ്മുടെ മുന്തിരി വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ തണുപ്പിക്കാം. അപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതാ കറിക്കുള്ള ഉള്ളികളും തക്കാളികളും അതിലേക്കുള്ള എല്ലാ ചേരുവകളും ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ചിക്കൻ കറിയും റെഡിയാക്കാം. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5ാമത്തെ നോമ്പ്. അപ്പോൾ ഓരോ നോമ്പിന് നമ്മൾ മാറി മാറി ഫുഡാകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇതിന് മുന്നേ ഗീ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ആ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. അപ്പോൾ തീരെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ അതുപോലെ ചെയ്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ഈ കത്തി ഉണ്ടല്ലോ, അത് 20 രൂപക്ക് വാങ്ങിയതാട്ടോ. നല്ല മൂർച്ചാണേ. അപ്പോൾ ഈ ഒരു കത്തി എടുത്തിട്ടാണ് ഞാൻ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒക്കെ അരിയൽ. അപ്പോൾ ഇന്ന് കറിക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചതക്കാതെ അരിഞ്ഞിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. അപ്പോൾ നമ്മൾ കറി അവിടെ റെഡിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്പൈസസ് എണ്ണ, മുന്തിരി, ഉള്ളി, റൈസ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 സേറ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഇതിന് വേണ്ടത്. റൈസ് നമ്മൾ എത്ര എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഈ ഒരു റൈസിന് വേവാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സേറിൽ 1.5 സേറാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ 3 സേറ് വെള്ളമാണ് ഈ ഒരു റൈസിന് വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൈസും കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് ജ്യൂസ് മില്ലേക്കൊക്കെ പോകട്ടോ. ഇന്ന് പൊരികളൊന്നും ഉണ്ടാക്കണില്ല. പൊരികളൊന്നും ഇല്ലാതെ നോമ്പ് തുറക്കുമ്പോഴാണ് നല്ലൊരു ഹെൽത്തി ആയിട്ട് തോന്നുന്നത് കേട്ടോ. ഈ പൊരികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ കഴിച്ചാൽ ഭയങ്കര ഒരു മയക്കാണ്. അപ്പോൾ പൊരികളൊന്നും ഇല്ലാതെ നോമ്പ് തുറക്കുമ്പോഴാണ് നല്ല റാഹത്ത്. അപ്പോൾ നമ്മുടെ ഗീ റൈസിന് ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരി വെച്ചു. ഇനി ആ എണ്ണയിലേക്ക് തന്നെ സ്പൈസസ് ആഡ് ചെയ്ത് അതിലേക്ക് ഉള്ളിയും ഇട്ട് റൈസൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കാണും. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടോ. അതിന് ശേഷം മറ്റുള്ള പണികളൊക്കെ നമ്മൾ മുന്തിരി തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് ഇതേപോലെ അരിപ്പയിൽ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന്. നമുക്ക് അങ്ങനെ ചൊറിച്ചിലൊന്നും വരില്ല. അല്ലെങ്കിൽ ചുണ്ടിൻ്റെ മേലൊക്കെ ഒരു ചൊറിച്ചിലാണല്ലോ. നമ്മളിങ്ങനെ ഒന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ നീരൊക്കെ പോണ വരെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ജ്യൂസ് കുറച്ച് ലൂസാണെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇങ്ങനെയായിട്ട് കിട്ടുക. ആദ്യമൊക്കെ ഞാനൊക്കെ മിക്സിയിലിട്ട് അടിക്കലേനി, പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമ്മളിത് പിഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊളാക്കരുത്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ അരിഞ്ഞു പോലെ. അപ്പോൾ അതാണ് നമുക്കൊരു ചൊറിച്ചിലൊക്കെ വരുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ആദ്യം ഈത്തപ്പഴം തിന്നതിന് ശേഷം വെള്ളം കുടിക്കുക, എന്നിട്ട് പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. എന്നിട്ട് നമ്മൾ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് തറാബിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചാൽ നല്ലൊരു ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് ഒരു മയക്കവും അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണ്ടി. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരിയും ഒരു ആപ്പിൾ, ഒരു നാരങ്ങ, ചെറിയൊരു കഷ്ണം ബത്തക്കയും. അപ്പം ഈ ഒരു ഐറ്റംസൊക്കെ ഞാൻ നോമ്പിൻ്റെ തലേന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ഓരോന്നൊക്കെ ആകുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ നോമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ റാഹത്തായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകളും ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കട്ടെ. ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നല്ല കാര്യമല്ലേ. നോമ്പിന് തുറക്കാനും നോമ്പ് അത്താഴത്തിനൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കൂലി കിട്ടുന്ന കാര്യമാണ്.
അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ നോൽക്കാനും അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പം ഇന്ന് നമുക്ക് പൊരികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. പൊരികളൊക്കെ ഉണ്ടാക്കാതെ നിൽക്കുകയാണ് നല്ലത്. ഈ നോമ്പിനൊക്കെ പൊരികൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. ഈ പൊരികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, കുട്ടികളൊക്കെ അതാണ് ഫസ്റ്റ് ടൈം തിന്നുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വയറിനൊക്കെ എന്തൊക്കെയോ ഒരു മയക്കുന്നൊക്കെ വരലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇനി മുതൽ ഞാൻ പൊരികളൊന്നും ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുതിയാകുമ്പോൾ ഉണ്ടാക്കുക, 1-2 എടുക്കാനൊക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇപ്പം ഇനി ഇവിടെ നിന്നാണ്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ 1 മുതൽ നോമ്പിന് എല്ലാ നോമ്പിനും ഉണ്ടാക്കുന്ന ഓരോ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ ഇടണേ. അപ്പോഴാണ് നമ്മളെ വീഡിയോക്ക് ഒരു റീച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഫ്രൂട്ട്സുകളൊക്കെ കട്ടാക്കി ഈത്തപ്പഴവും ഒരു 4 എടുത്ത് കഴുകി ഇതിലേക്ക് വെച്ചു. ഇനി നമ്മൾ കുക്കറൊക്കെ തുറന്ന് നമ്മളെ പൊരിച്ച് വെച്ച ഉള്ളികളും നട്ട്സൊക്കെ ഈ ഒരു റൈസിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ റൈസൊക്കെ വേവിച്ചത് നോക്കി അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും മുന്തിരിയും അണ്ടിയൊക്കെ ഇതിലേക്ക് ഇട്ട് മിക്സാക്കി എടുത്തു. പിന്നെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഗീ റൈസിന് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ്, വെള്ളം, ഫ്രൂട്ട്സ്, കട്ടൻ ചായയും നെയ്ച്ചോറ്, ചിക്കൻ കറിയും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുതുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.